ഹായ്! പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പുതുമുഖ സംവിധായകയായ വർഷ വാസുദേവ് സംവിധാനം ചെയ്ത 'ചിന്ന ചിന്ന ആസ' എന്ന പടത്തിൻ്റെ റിവ്യൂ ആണ് ഇടാൻ പോകുന്നത്. നിങ്ങളിത് ആദ്യമേ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ കാണുമെന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം സബ്സ്ക്രൈബേഴ്സ് ആരും തന്നെ ഇല്ല. അത് തന്നെയാണ്. ഓക്കെ. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികയായ മാധു, അതായത് മധുബാല, പുള്ളിക്കാരി വാരണാസി കണ്ണായിട്ട് ഒരു ടീമിനോടൊപ്പം പോകുന്നു. ആ ടീം എന്ന് പറഞ്ഞാൽ ഇവർ റിലേറ്റീവ് ഉള്ള ഒരു ടീമാണ്. അപ്പം അങ്ങനെ ഇരിക്കുക ഒരു ടൈം ആകുമ്പോൾ ഇവരങ്ങ് ആ ടീമിൽ നിന്ന് കാണാതായി പോകുന്നു. ഇവർ ചെന്നെത്തുന്ന പറഞ്ഞാൽ ഇന്ദ്രൻസിൻ്റെ അടുത്താണ്. ഇന്ദ്രൻസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻസിൻ്റെ മോള് ബനാറസ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വാരണാസിയിൽ വരും. അപ്പം ഇന്ദ്രൻസിന് പുള്ളിക്കാരെ കാണുമ്പോൾ വിഷമം തോന്നിക്കുകയും ഓക്കെ പുള്ളിക്കാരെ സഹായിച്ചോളാം എന്നൊരു രീതിയാവും. അങ്ങനെ ഇവർ പടയെടുത്ത് ഇവർ റിലേറ്റീവിൻ്റെ അടുത്ത് എത്തിച്ചോ എന്നുള്ളതാണ് ഈ സിനിമയുടെ കഥയെന്ന് പറയുന്നത്. സത്യത്തിൽ എനിക്ക് ഈ പടം തിയേറ്ററിൽ പോയി കാണുന്നതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മൾ ഇങ്ങനത്തുള്ള പടങ്ങൾ നമ്മൾ ഹിറ്റാക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള സൃഷ്ടികൾ വരത്തില്ല. ഒരു നല്ലൊരു ക്ലാസിക് പടത്തിൻ്റെ കൂട്ടത്തിൽ ഇടാവുന്ന ഒരു പടമാണ് ഈ ചിന്ന ചിന്ന ആസ എന്ന് പറഞ്ഞാൽ. കാരണം ഈ പടത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ മാധുവിൻ്റെ ഇന്ദ്രൻസിൻ്റെ ഈ ജേണിയാണ്. അപ്പോൾ അത് അവർ റൈറ്റ് ചെയ്തിരിക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ക്ലാസിക് പടം കാണണമെങ്കിൽ ഉറപ്പായിട്ടും ഈ പടത്തിന് നിങ്ങൾ കണ്ടിരിക്കണം. ഉറപ്പായിട്ടും കണ്ടിരിക്കണം. കാരണം ഈ രണ്ടാമത് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫിയാണ്. ഇതിന് തൊട്ട് മുമ്പ് ഫാലിമി പടമാണ് വാരണാസി നല്ലതായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ വാരണാസി പടം ചിത്രീകരിച്ച ഒരു നല്ല പടം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ പേരെ പറയത്തുള്ളൂ. കാരണം അതിനൊക്കെ ഫാർ ബെറ്റർ രീതിയിലാണ് വാരണാസി ഈ പടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാം ആ സ്ട്രീറ്റും ആ റിച്വൽസും പിന്നെ ആ ബോട്ട് യാത്രയും എല്ലാം കിടിലമായിട്ട് കാണിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു ലോക സിനിമ കാണുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് പടമാണിത്. കാരണം നിങ്ങൾക്ക് ആ സ്ലോനെസ് ഇഷ്ടമാണെങ്കിൽ ഈ പടം നിങ്ങൾക്ക് കാണാം. എൻ്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ബിഫോർ സൺറൈസ് എന്നൊരു പടമുണ്ട് ഇംഗ്ലീഷിൽ. ആ ഒരു മൂഡായി പടം തരുന്നത്. ബിഫോർ സൺറൈസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട പടമാണ്. ആ ഒരു മൂഡാണ്. 2 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ള ആ പടത്തിൽ ത്രൂ ഔട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൂഡാണ് ഈ പടത്തിനുള്ളത്. നിങ്ങൾ ദയവായിട്ട് ഈ പടം കാണണം കേട്ടോ. നല്ലൊരു മനോഹരമായിട്ട് പടമെന്ന് ഞാൻ പറഞ്ഞോളൂ.